ഹായ്. മലയാളം DTP ചെയ്യുന്നതിനുള്ള ഒരു മലയാളം ടൈപ്പിംഗ് DTP ചെയ്യുന്നതിന് വേണ്ടിയുള്ള മലയാളം ടൈപ്പിങ്ങിൻ്റെ ഒരു എളുപ്പമാർഗ്ഗമാണ് ഇത് പറയുന്നത്. നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ മലയാളം ടൈപ്പ് ചെയ്ത് അയക്കുന്നത് യൂണിക്കോഡാണ്. സാധാരണ അത് ഭംഗിയുള്ള ടെക്സ്റ്റായിട്ട് കിട്ടാറില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ടെക്സ്റ്റ് ഫോണ്ട് സ്റ്റൈല്, പിന്നെ ISM വെച്ചിട്ടാണ് DTP ചെയ്യുന്ന മിക്ക സ്ഥാപനങ്ങളും ISM വെച്ചിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. ആ ടൈപ്പ് ചെയ്യുന്ന ISMലുള്ള കീ സ്ട്രോക്ക്, അതായത് കുറച്ച് ISMൽ ടൈപ്പ് ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. അതായത് ഒരു ചില്ലക്ഷരമൊക്കെ കിട്ടണമെങ്കിൽ 2-3 കീയൊക്കെ പ്രസ് ചെയ്യാനുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന യൂണിക്കോഡിൽ ഇംഗ്ലീഷിൽ ഡയറക്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്ത് പോവുക. അപ്പം മലയാളം നമുക്ക് കിട്ടും യൂണിക്കോഡ് ടെക്സ്റ്റ്. അതിനെ നമ്മൾ ISM ഫോണ്ടിലേക്ക്, അതായത് ASCII ഫോണ്ടിലേക്ക് എങ്ങനെ മാറ്റാം? ഇവിടെ ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് യൂണിക്കോഡ് ഫോണ്ട് ടെക്സ്റ്റാണ്. യൂണിക്കോഡ് ഫോണ്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സാധാരണ ഗൂഗിളിൽ തന്നെ ടൈപ്പ് ചെയ്യുന്ന മലയാളം ടൈപ്പ് ചെയ്താൽ കിട്ടുന്ന സാധാരണ ഫേസ്ബുക്കിലൊക്കെ അടിക്കുന്ന മലയാളം തന്നെയാണ് മുകളിൽ. പക്ഷേ നിങ്ങൾക്ക് കാണാം ഇതിവിടെ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും ഭംഗിയിലാണുള്ളത്. കാരണം ഞാനൊരു പ്രത്യേക ഫോണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതേതാണെന്ന് ഈ വീഡിയോയിൽ നോക്കാം. അതുപോലെ താഴത്ത് ASCII ഫോണ്ട്, അതായത് ISMൽ ഉപയോഗിക്കുന്ന ഫോണ്ട് ഉപയോഗിച്ചിട്ടുള്ള സെയിം ടെക്സ്റ്റിനെ ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് ASCII ടെക്സ്റ്റ്, അതായത് ISM ഫോണ്ടിലേക്കുള്ള ടെക്സ്റ്റാക്കി മാറ്റിയതാണ് താഴത്ത് കാണുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് വീഡിയോ തുടർന്ന് കാണുക. നമ്മൾ ആദ്യമായി മലയാളം ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണിലായാലും കമ്പ്യൂട്ടറിലായാലും നമ്മൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഫോണറ്റിക് ടൈപ്പാണ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് യൂണിക്കോഡ് മലയാളമാണ്. 2 ടൈപ്പ് ഫോണ്ടാണ് മലയാളത്തിലുള്ളത്. നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ് ഉള്ളത്, അതായത് ഒന്ന് യൂണിക്കോഡാണ്. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിലും ഇപ്പം വാട്സപ്പിലും ഒക്കെ നമുക്ക് കിട്ടുന്ന മലയാളം ടെക്സ്റ്റ് യൂണിക്കോഡാണ്. പിന്നെ ഉള്ളത് ഒരു ASCII ടെക്സ്റ്റാണ്. ASCII ടെക്സ്റ്റ് ആ ഫോണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് ഫോണിലൊന്നും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് അത്തരം ടെക്സ്റ്റുകൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രസ്സുകളിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ISM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പഴയ കാലത്ത് മുതൽ തുടങ്ങിയിട്ടുള്ള, ഒരുപാട് കാലം മുൻപേ തുടങ്ങിയിട്ടുള്ള ISM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യുന്നതാണ്. അത്തരം ISM സോഫ്റ്റ്വെയറിൽ ഉപയോഗിച്ച ഒരു വേർഡ് ഫയൽ നമ്മൾ ഒരാൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഫോണ്ടാണോ അവർ ഉപയോഗിച്ചത് ആ ഫോണ്ട് ഒന്നുകിൽ ആ ഫയലിൻ്റെ കൂടെ എംബഡ് ചെയ്തിരിക്കണം. എങ്ങനെയാണ് ഫയൽ എംബഡ് ചെയ്യുക എന്നുള്ള വീഡിയോ ഈ ചാനലിലുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഇനി അങ്ങനെ ഒരു ഫയൽ എംബഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നില്ലെങ്കിൽ കിട്ടുന്നവർക്ക് അത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണ PDF ആക്കി അയക്കുകയാണ് പതിവ്. ASCII ഫയൽ, അതായത് ISM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ASCII ലെവലിൽ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന മലയാളം ടെക്സ്റ്റുകൾക്ക് നല്ല ഭംഗിയായിരിക്കും. പൊതുവെ ഫോണ്ടുകൾ നല്ല ഭംഗിയാണ്. പക്ഷേ എന്ത് കരുതി യൂണിക്കോഡിൽ ഫോണ്ടുകൾക്ക് ഭംഗിയില്ല എന്ന് പറയരുത്. കാരണം ഇപ്പം നിലവിൽ ഒരുപാട് നല്ല ബ്യൂട്ടിയുള്ള, നല്ല സൗന്ദര്യമുള്ള, കാണാൻ വൃത്തിയുള്ള ഫോണ്ടുകൾ, മലയാളം ഫോണ്ടുകൾ ലഭ്യമാണ്. എന്നാൽ പോലും നമ്മൾക്കറിയാം പല ഇപ്പോൾ ഫേസ്ബുക്കിലൊന്നും അത് യൂണിക്കോഡ് അല്ലാതെ ടെക്സ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് മലയാളം ബോൾഡ് ചെയ്യാനോ അണ്ടർലൈൻ ചെയ്യാനൊന്നും ഫേസ്ബുക്കിലൊന്നും ഇപ്പോഴും നമുക്ക് പറ്റില്ല. എനിവേ നമ്മൾക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത്, നമ്മളിവിടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണ്. മലയാളം ടൈപ്പിങ്ങിനുള്ള ഒരു എളുപ്പമാർഗ്ഗം അത് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസിൻ്റെ സൈറ്റ് വഴിയാണ്. നമ്മൾ ഗൂഗിളിലേക്ക് പോവുക, ഗൂഗിൾ സെർച്ച് ചെയ്യുക, ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഈ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ ഔട്ട് ഉണ്ട്, ട്രൈ ഔട്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് മലയാളമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ഭാഷ എടുത്താലും ഇത് വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാനിപ്പം അറബിക്ക് എടുക്കുകയാണ്. അറബിക്കിൽ സലാം എന്നടിച്ചാൽ അവിടെ സലാം എന്ന് കൃത്യമായിട്ട് അറബിക്കിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് ഭാഷ എടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് മലയാളമാണ്. നമ്മൾ മലയാളം എടുക്കുന്നു. നമ്മൾ അടിക്കുമ്പോൾ തന്നെ പല വകഭേദങ്ങൾ, നമ്മൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ഒരു ഡിക്ഷണറി എന്നാണ് സാധനങ്ങൾ വരുന്നത്. മലയാളം ഇവിടെ ഞാനൊന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഓരോ ഇംഗ്ലീഷ് അടിക്കുമ്പോഴും ഒന്നുകൂടി വേറൊരു വാക്ക് അടിക്കാം, കുറച്ച് സ്ലോയിൽ അടിക്കാം.
കണ്ടില്ലേ, ഇംഗ്ലീഷിലടിക്കുമ്പോൾ അത് മലയാളത്തിലേക്ക് വരികയാണ്. അതിനുശേഷം നമുക്ക് ഈ ടെക്സ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട്, അതായത് ഇംഗ്ലീഷ് ടൈപ്പിംഗ് കൂടെ അറിയുന്ന ആളാണെങ്കിൽ വളരെ ഫാസ്റ്റായി ടൈപ്പ് ചെയ്യാം. മലയാളം ടൈപ്പിംഗ് ഫാസ്റ്റ് ഉണ്ടായിരിക്കേണ്ടതില്ല, ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറിഞ്ഞാൽ മതി ഫാസ്റ്റായിട്ട്. അത് ഭൂരിഭാഗം ആൾക്കും അറിയുന്നതാണ്. അപ്പോൾ മലയാളം ഇത് ഇവിടുന്ന് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഫേസ്ബുക്കിലിടാം. നമുക്കൊരു ബുക്ക് എഴുതുന്ന ആൾ, നമ്മൾ ബ്ലോഗ് എഴുതുന്ന ആളാണ് എങ്കിൽ ഈ രീതിയിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റും. അക്ഷരങ്ങൾ പിറക്കി ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പമാണ്. ഇവിടെ നമ്മളിപ്പം ഇവിടെ പറയുന്നത് ഇതെല്ലാം ഇതിനെ ഉപയോഗിച്ചിട്ട് യൂണിക്കോഡ് ടെക്സ്റ്റിന് ഞാൻ കോപ്പി ചെയ്യാണ്. വേർഡ് ഫയലിലേക്ക് ഇടാണ്. ഞാനിവിടെ വേർഡ് ഫയലിലേക്ക് അത് പേസ്റ്റ് ചെയ്യുന്നു. വേർഡ് ഫയലിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ രീതിയിൽ കിട്ടുന്ന ഒരു മെത്തേഡിലാണ് വന്നിട്ടുള്ളത്. അത്ര ബ്യൂട്ടിയൊന്നും ഇല്ല, അതിന് അത്ര സൗന്ദര്യമൊന്നും ഇല്ലാത്തൊരു അക്ഷരങ്ങളാണ്. പക്ഷേ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ഒരുപാട് യൂണിക്കോഡ് ഫോണ്ടുകളുണ്ട്. യൂണിക്കോഡ് ഫോണ്ടുകൾ, മലയാളം യൂണിക്കോഡ് ഫോണ്ടുകൾ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വലതുഭാഗത്ത് മാതൃക എന്നെഴുതി കാണിക്കുന്ന മലയാളമൊക്കെ യൂണിക്കോഡാണ്. അതേസമയം നമുക്ക് മറ്റു കുറച്ച് താഴോട്ട് പോയാൽ ISMൻ്റെ ഫോണ്ടുകൾ, അതായത് ആസ്കി ഫോണ്ടുകളുണ്ട്. ഇവിടെ അക്ഷരങ്ങളിവിടെ മാറുന്നില്ല, ഇവിടെ വലതുഭാഗത്തൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ കാര്യങ്ങൾ മലയാളത്തിൽ തന്നെയാണ് ഫോണ്ട് നെയിം കാണിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് യൂണിക്കോഡ് മലയാളം എന്ന് പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന റീസെൻ്റ് യൂസ്ഡ് ഫോണ്ടിൽ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ദേശാഭിമാനി എന്ന് പറയുന്ന ഫോണ്ടാണ്. അതല്ലെങ്കിൽ കേരളീയം എന്ന് പറയുന്നൊരു ഫോണ്ട്. നമുക്കൊരു ടൈറ്റിലുണ്ട്, കേരളീയം എന്ന് പറയുന്ന ഫോണ്ട് ടൈറ്റിലിന് വേണ്ടി എടുക്കാം. അതായത് ഞാൻ അധികം ഉപയോഗിക്കുന്ന ടൈറ്റിലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോണ്ടാണ് കേരളീയം. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണ്ടാണ്. ഒരുപാട് ഫോണ്ടുകളുണ്ട്, ഒരുപാട് യൂണിക്കോഡ് ബ്യൂട്ടിയുള്ള നല്ല ഭംഗിയുള്ള യൂണിക്കോഡ് ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റ് അഡ്രസ്സ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഞാൻ ഇവിടെ മറ്റുപയോഗിക്കുന്നത് സമത്വ എന്ന് പറയുന്നതും ഏകദേശം ദേശാഭിമാനി എന്ന് പറയുന്ന ഫോണ്ടും ഏകദേശം ഒന്നാണ്. നമുക്കിവിടെ സമത്വ എടുക്കാം. ഒരു 14 ഫോണ്ട് എടുക്കാം. ഇനി കുറച്ച് ചെറുതാക്കാം. ഇനി ഇവിടെ നമ്മൾ കാണാം, ഇവിടെ സ്പേസൊക്കെ ഭംഗിയില്ല, ഇവിടെ കുറച്ചധികം സ്പേസ് പോയിട്ടുണ്ട്. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ സ്പേസ്, അനാവശ്യമായ സ്പേസ് ഒഴിവാക്കണം, മൾട്ടിപ്പിൾ വേണ്ട, ഞാൻ സിംഗിൾ സ്പേസിലേക്ക് മാറ്റി. എല്ലാം കൂടി സെൻറ്റർ ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇതിനെ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു JPG ഫയലാക്കിയിട്ട് എനിക്ക് കിട്ടും. ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. സ്ക്രീൻഷോട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിൻ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്തു. ഇത് കാണാം. ഇതിപ്പം നല്ലൊരു പിക്ചറായിട്ട് നമുക്കൊരു ഫേസ്ബുക്കിലോ നമ്മൾക്ക് എവിടെയെങ്കിലും ഒരു പിക്ചർ നല്ലൊരു ഭംഗിയുള്ള ഒരു ചെറിയൊരു മോഡൽ, ചെറിയൊരു ഡിസൈനിങ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് മതിയാവും. ജസ്റ്റ് യൂണിക്കോഡ്, നമ്മളൊന്നും വേറൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് യൂണിക്കോഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. യൂണിക്കോഡ് ചെയ്തതിൻ്റെ ഫോണ്ട് ഭംഗിയായിട്ടുള്ള ഒരു ഫോണ്ട് ഉപയോഗിച്ചു എന്ന് മാത്രമാണ്. ഇങ്ങനെ ഫേസ്ബുക്കിലൊന്നും ഫോണ്ട് മാറ്റാൻ പറ്റില്ല, വേർഡിലാണ് ഫോണ്ട് മാറ്റാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ വീണ്ടും തിരിച്ച് ഇതിലേക്ക് വരികയാണ്. ഇതിനെ നമ്മൾ ആസ്കി ഫോണ്ടാക്കി മാറ്റുകയാണ്. ആസ്കി ഫോണ്ട് നമുക്കിവിടെ ആസ്കി ഫോണ്ട്, ഈ ഒരു ആസ്കി ഫോണ്ടിലേക്ക് മാറ്റണം. പക്ഷേ ഇവിടെ ഒന്നും മാറ്റം വരുന്നില്ല, കാരണം ഇത് യൂണിക്കോഡ് ഫോണ്ടാണ്, മാറില്ല. ഇതിനെ ആസ്കി ഫോണ്ടിലേക്ക് മാറ്റിയതിന് ശേഷം, അതായത് ISM ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്, അതായത് ISMൽ ടൈപ്പിംഗ് നമുക്കറിയാം, അത് കൂടുതൽ ആൾക്കൊന്നും അത് നല്ല സ്പീഡുള്ളൊരു ഓപ്ഷനല്ല. അങ്ങനെ സ്പീഡിൽ ISMൽ സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ മലയാളം യൂണിക്കോഡ് ടൈപ്പ് ചെയ്ത ശേഷം ആസ്കി അല്ലെങ്കിൽ ISMലേക്ക് മാറ്റുന്ന മെത്തേഡ് കൂടിയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഇവിടെ ടൈപ്പിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഞാൻ ഓണാക്കി എടുത്തു. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ശേഷം ഞാൻ ഇതിനെ കോപ്പി ചെയ്യണം. ഈ ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്തു. ശേഷം ISMൽ കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ പേസ്റ്റ് ഫ്രം ഏതാണ്, നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത യൂണിക്കോഡാണ്, യൂണിക്കോഡ് എന്നാണ് പേസ്റ്റ് നിന്ന് പേസ്റ്റ് ഫ്രം ആക്കി. ഇനി കോപ്പി ടു, പേസ്റ്റ് ഫ്രം യൂണിക്കോഡാണ് നമ്മൾ എടുത്തത്, യൂണിക്കോഡ് എന്നാണ്. കോപ്പി ടു FML ടൈപ്പ്, അതായത് Ctrl+G ടൈപ്പ് ചെയ്യുമ്പം കൺവേർട്ടഡ് ടു FML സീരീസിനായി, അതായത് ഓട്ടോമാറ്റിക്കലി മെമ്മറിയിലേക്ക് പോയിട്ടുണ്ട്, അതായത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്ക് പോയി. ഇനി നമ്മളിവിടെ പേസ്റ്റ് ചെയ്യണത്, ഞാനതോടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ കാണാം നമ്മൾ ഉപയോഗിച്ച ഫോണ്ട് ഇതാ FML ഫോണ്ട്, അതായത് യൂണിക്കോഡ് അല്ല ഐസ്കി ഫോണ്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം FML ഇൻ ഹെവി എന്ന് പറയുന്ന ഫോണ്ടിലേക്ക് മാറ്റി നമ്മളിത്
ഫോണ്ട് മാറ്റാണ്, കൂട്ടാണ്, സെയിമാണ്. അതുപോലെ ഇത് നമ്മൾ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന അതിന് സമാനമായ ഒരു ഫോണ്ടുണ്ട്, രേവതി എന്ന് പറയുന്നൊരു ഫോണ്ടുണ്ട്. അവർ ബോൾഡാക്കി ഇപ്പം നമ്മുടെ കാണാം. മുകളിലുള്ളത് ISM ആണ്, യൂണിക്കോഡ് ഫോണ്ടാണ്. താഴത്തുള്ളത് ISM ആണ്. താഴത്തുള്ളത് ISM എന്ന് പറഞ്ഞാൽ താഴത്തുള്ള മെത്തേഡാണ് പ്രിൻറ്റിങ് പ്രസ്സുകളിലും പത്രങ്ങളിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത്. ഇപ്പം സ്വതന്ത്ര സോഫ്റ്റ്വെയറിങ് ഉപയോഗിച്ചുകൊണ്ട് യൂണിക്കോഡിൽ ടൈപ്പ് ചെയ്യുന്ന പത്രങ്ങളുണ്ട്. ആസ്കി ഫോണ്ട് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക്, ആസ്കി ഫോണ്ട് ഉപയോഗിക്കാൻ അറിയാത്തവർക്ക്, അതായത് ISM ഉപയോഗിക്കാൻ അറിയാത്തവർക്ക്, അത് പ്രിൻറ്റിങ് ഫോട്ടോഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക്, ഫോട്ടോഷോപ്പ് മറ്റുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ, അതായത് അവർക്കൊക്കെ കുറച്ച് മാത്രം, ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ കുറച്ച് മാത്രമേ മലയാളം ടൈപ്പ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അത്തരക്കാർക്കൊക്കെ യൂണിക്കോഡ് ഫോണ്ട് ടൈപ്പ് ചെയ്തിട്ട്, അതായത് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്തത് കൊണ്ട് ടൈപ്പിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ അത് കൺവേർട്ട് ചെയ്ത് FML ഫോണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം FML ഫോണ്ട് ഉപയോഗിക്കാൻ പറ്റും. FML ഫോണ്ടും ഒരുപാട് FML ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം മലയാളം ടൈപ്പിങ്ങിൻ്റെ ഒരു ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എടുക്കുക, ഡയറക്റ്റ് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുക, മലയാളത്തിലേക്ക് വരും. ഇനി അതിനെ കൂടുതൽ ഭംഗിയാക്കി DTP ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിനെ കോപ്പി ചെയ്യുക, ടൈപ്പിറ്റ് ഉപയോഗിക്കുക, കൺവേർട്ട് ടു FML എടുക്കുക, ശേഷം FML ഫോണ്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.